ഹലോ ഗൈസ്, എൻ്റെ പേര് അച്യുതരി. ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. ഞാൻ 30+ ഇയേഴ്സ് ഓഫ് ഓൾഡ്. ഈ 30+ ഇയേഴ്സ് ഓഫ് ഓൾഡ് എന്ന് പറയുന്നത് ഈ വീഡിയോയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 35+ അല്ലെങ്കിൽ 30+ ആ ഒരു ഏജിലേക്ക് കയറിയതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് വർക്കൗട്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓവർ വെയിറ്റ് ആയി. ഓവർ വെയിറ്റ് ഇൻ ദ സെൻസ് അത്ര ഒരുപാട് ഓവർ വെയിറ്റ് അല്ല. ഐ എം ഓൾമോസ്റ്റ് 5'11", 5'11" ഉണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോൾ ഒരു 97, 100 വരെ എത്തിയായിരുന്നു. 100 kg വരെ. ആ ഒരു ലിമിറ്റ് വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായി തുടങ്ങിയ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്. പക്ഷെ അത് വലിയ കാര്യമായിട്ട് അന്ന് തോന്നിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. കുട്ടിയായിട്ട് കളിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. അവനായിട്ട് ഓടിക്കളിക്കാൻ പോയിട്ട് അവൻ സൈക്കിൾ കിട്ടുമ്പോഴോ മൂത്ത ആളുടെ ഇടയാളുടെ സൈക്കിൾ കിട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഐ ആം ബിക്കമിങ് അൺഫിറ്റ്. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ സ്വന്തമായി എടുത്തൊരു തീരുമാനമാണ് ഐ ഷുഡ് ബി ബിക്കമിങ് ഫിറ്റ്. അങ്ങനെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡൗൺ ദി ലൈൻ കുറേ മാസങ്ങൾ പോയി ബ്രേക്കായി. ഡയറ്റ് ചെയ്യാൻ നോക്കി, ബ്രേക്കായി. ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, തുടങ്ങും പൊട്ടും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഫേസിൽ കൂടെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഓക്കെ, ഞാൻ എന്നെ തന്നെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് ഗോയിങ് ത്രൂ പ്രോസസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒന്നും അറിഞ്ഞിടാത്ത ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ് പോലും അറിഞ്ഞിടാത്ത ആൾക്കാരാണ്. നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയ ആൾക്കാരായിരിക്കും, ചിലപ്പോൾ കുട്ടികളാവാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ കുട്ടികൾക്ക് 1-2 വയസ്സായവരായിരിക്കും. 30% മുകളിലോട്ടുള്ള എല്ലാവരും, 30 ഇയേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 30 ഇയേഴ്സിൽ നിൽക്കുന്ന എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമ്മുടെ ലൈഫിന് എന്തുമാത്രം യൂസ്ഫുൾ ആണ്, നമ്മുടെ ഗോയിങ് ഫോർവേഡ് നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിന്റെ പ്രയോറിറ്റി എന്തൊക്കെയാണ്, ഇതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാനും എനിക്ക് തോന്നുന്ന എനിക്കറിയാവുന്ന ഐഡിയാസ്, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഞാൻ എൻ്റെ പ്രോസസ്സിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും ഇതേ പ്രോസസ്സ് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കാനും നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും ജെൻഡർ നോക്കാതെ, യൂണിസെക്ഷൽ ആയിട്ട് തന്നെ പറയാൻ എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്കതുകൊണ്ട് എന്തെല്ലാം നേട്ടമാണ് വരുന്നത്, നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം ദോഷമാണ് നമുക്കത് വരുന്നത്, ഇതിനെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഗോയിങ് ഫോർവേഡ് ഈ സമയം പോലെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഞാൻ ഫിറ്റ്നസിന്റെ ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു വലിയ പ്രൊഫഷണൽ ഒന്നല്ല, വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ. ഗോയിങ് ഫോർവേഡ് ഞാൻ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എനിക്ക് ഈ വീഡിയോസിൽ എല്ലാത്തിനും എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് സിനിമാറ്റിക് ആക്കാനും, കൂടുതൽ ഇപ്പോഴുള്ള പുതിയ വീഡിയോസ് പോലെ ഒരുപാട് ട്രാൻസിഷൻസ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എഫക്ട്സ്, ഇതൊന്നും അതിനുള്ള സമയമില്ല. എനിക്ക് ആക്ച്വലി എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് എൻ്റെ ഐഡിയ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരിക. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഷെയർ ചെയ്യുക. ഇതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങുന്നത്. പിന്നെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടി ഞാൻ പറയാം, ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. അപ്പോൾ അതിൻ്റെതായ വർക്ക് കൺസ്ട്രെയിൻസ് വളരെ കൂടുതലാണ്. വർക്കിംഗ് ഫ്രം ഹോം ഉണ്ട്, വർക്കിംഗ് ഫ്രം ഓഫീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ഞാൻ എങ്ങനെ എൻ്റെ വർക്കൗട്ട്സ് മാനേജ് ചെയ്യുന്നു, എൻ്റെ ഡയറ്റ് ഞാൻ എങ്ങനെ കൊണ്ടുവരും, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള സഹായം, എനിക്കറിയാവുന്ന ടിപ്സ് പറഞ്ഞു തരാം. നിങ്ങളെ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എനിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതൊക്കെയാണ് ഇനിയുള്ള ഫ്രണ്ടിലോട്ടുള്ള വീഡിയോസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം,
നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ദിസ് നോട്ട് സംതിങ് ഫോർ മോണിറ്റൈസേഷൻ. ഇത് മോണിറ്റൈസേഷന് വേണ്ടിയോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേടാനോ ഒന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഐഡിയാസ്, എനിക്ക് എൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഗോ ത്രൂ ചെയ്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സഹായമായ, ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയ, എന്നെ പോലെ പോകുന്ന ഒരുപാട് അനേകം ആൾക്കാരുണ്ട്. അവർ ഇതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയാൽ, അവർ ജസ്റ്റ് ചെറുതായിട്ടെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അതെന്റെ വിജയമാണ്. സോ ഹോപ്പ് എവരിവൺ ഫോളോസ്. താങ്ക് യു. സീ യു സൂൺ. ബൈ.